Welcome back to my channel, English Grammar Teaching and Learning. Let us continue the second lesson in the attic. നമുക്ക് രണ്ടാമത്തെ ലെസൺ തുടരാം. Next paragraph. On 40th January, unusual noise in the building and the street outside woke me. ജനുവരി 14-ാം തീയതി unusual noises in the building and the street outside woke me. അന്ന് ഞാൻ യഥാർത്ഥത്തിൽ ബിൽഡിങ്ങിന് പുറത്തെ പ്രഭാതം ദർശിച്ചു. എങ്ങനെ? അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദി ബിൽഡിംഗ് ആൻഡ് ദി സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. ആ പുറത്തെ യഥാർത്ഥത്തിൽ കേട്ട ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. തെരുവിലെ ശബ്ദം എന്നെ ഉണർത്തി. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദി സ്റ്റെയർസ്. അപ്പോൾ പട്ടാളക്കാർ മുകളിലേക്കും താഴേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോൾജേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ദി സ്റ്റെയർസ് and I heard agitated nervous voices. അസ്വസ്ഥമായ പരിഭ്രാന്തി ഉളവാക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. പരിഭ്രാന്തി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അസ്വസ്ഥമായ ശബ്ദം കേട്ടു. ദി ഏർലി ഇൻ ദി മോർണിംഗ് ഓഫ് 50th ജാനുവരി 1945 ജനുവരി 15-ാം തീയതി പ്രഭാതം. ദി സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദി പ്രീവിയസ്ലി സൈലന്റ് ഫ്രം വാസ് ഹേർഡ്. ആ ദിവസം ആർട്ടിലറിയുടെ ശബ്ദം ഫ്രം ദി പ്രീവിയസ്ലി സൈലന്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. ആ സ്ട്രീറ്റിൽ തലേ ദിവസം നിശബ്ദമായിരുന്നു. എന്നാൽ 15-ാം തീയതി പീരങ്കികളിൽ നിന്നുള്ള ശബ്ദം നിലച്ച് ഇരുന്ന ആ സ്ട്രീറ്റിൽ വീണ്ടും ശബ്ദം കേട്ടു. സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദി പ്രീവിയസ് സൈലന്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. ദി ഗ്രൗണ്ട് ആൻഡ് ദി വാൾസ് ഓഫ് ദി ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദി കോൺസ്റ്റന്റ് ഡൾ തണ്ടർ. ഈ വെടിശബ്ദം കേട്ട് കെട്ടിടങ്ങളൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കെട്ടിടം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദി ഗ്രൗണ്ട് ആൻഡ് ദി വാൾസ് ഓഫ് ദി ബിൽഡിങ്ങിലെ ഭിത്തികൾ കുലുങ്ങുന്നുണ്ടായിരുന്നു. ദി ഗ്രൗണ്ട് ആൻഡ് ദി വാൾസ് ഓഫ് ദി ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദി കോൺസ്റ്റന്റ് ഡൾ തണ്ടർ. ഈ തുടരെയുള്ള വെടിയൊച്ച അതിൻ്റെ ശബ്ദത്തിൽ. 3 hours later ദി ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ അഗെയിൻ. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ശമിച്ചു. 3 hours later ദി ഹെവി ആർട്ടിലറി ഫയർ ഡൈഡ് ഡൗൺ അഗെയിൻ. ഡൈഡ് ഡൗൺ, ഇവിടെ പീരങ്കിയിൽ നിന്ന് വരുന്ന വെടിയൊച്ചയുടെ ശബ്ദം ശമിച്ചു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷെ എപ്പോഴും എൻ്റെ ഉള്ളിലെ പരിഭ്രാന്തി മാറിയിട്ടില്ലായിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്നു, നേരത്തെ ഉള്ള രീതിയിൽ തന്നെ. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല. ദി സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻ്റ്. സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഏത് സമയത്തും ഉണ്ടാകും. ആൻഡ് ഐ കുഡ് ബി കിൽഡ്. ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം. സ്ട്രീറ്റ് ഫൈറ്റ് ഏത് സമയത്തും ഉണ്ടാകും. ഈ ചിന്ത അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തി. ദി നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി. എന്തായാലും രാത്രി ശാന്തമായി കടന്നുപോയി. അറൗണ്ട് 1 o'clock ഐ ഹെഡ് ദി റിമൈനിങ് ജർമൻസ് ലിവിങ് ദി ബിൽഡിംഗ്. ബാക്കി അവശേഷിച്ച ജർമ്മൻ പട്ടാളക്കാർ അവിടുന്ന് നീങ്ങുന്നതായിട്ട് ഏണ്ട് 1 മണിയോടുകൂടി ഞാൻ മനസ്സിലാക്കി. അറൗണ്ട് 1 o'clock ഐ ഹെഡ് ദി റിമൈനിങ് ജർമൻസ് ലിവിങ് ദി ബിൽഡിംഗ്. സൈലൻസ് ഫെൽ. നിശബ്ദത. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദി സ്റ്റെപ്സ് ഓഫ് ദി ഗാർഡ്സ് ഔട്ട്സൈഡ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ പുറത്തെ ഉണ്ടായിരുന്ന ഗാർഡുകൾ, അവരുടെ കാലച്ച പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. നോട്ട് അണ്ടിൽ ദി ഏർലി hours ഓഫ് ദി നെക്സ്റ്റ് ഡേ വാസ് ദി സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസോണന്റ് നോയ്സ്. എന്നാൽ തൊട്ടടുത്ത ദിവസം, നോട്ട് അണ്ടിൽ ദി ഏർലി hours ഓഫ് ദി നെക്സ്റ്റ് ഡേ, അന്നും ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. കുറഞ്ഞിട്ടില്ല. നോട്ട് അണ്ടിൽ ദി ഏർലി hours ഓഫ് ദി നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം
പ്രഭാതത്തിൽ കുറച്ച് സമയത്തേക്ക് ദി സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് ഡിസോണൻ്റ് നോയിസ്. പെട്ടെന്ന് തന്നെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ളതും പ്രതിധ്വനിക്കുന്നതുമായിട്ടുള്ള ഒരു അറിയിപ്പ് കേൾക്കാൻ കഴിഞ്ഞു. ദി സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റിസോണൻറ്റ് നോയിസ്. നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഉച്ചത്തിലുള്ളതും പ്രതിധ്വനിക്കുന്നതുമായ ഒരറിയിപ്പ്, അനൗൺസ്മെൻറ്റ് കേൾക്കാൻ കഴിഞ്ഞു. ദി ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഞാൻ വിചാരിച്ചു അത് അവസാനമായി കേൾക്കാൻ പോകുന്ന ആ ശബ്ദമായിരിക്കും. എന്ന് പറഞ്ഞാൽ മരണം ഏത് സമയത്തും ഉണ്ടാകും. റേഡിയോ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് സംവെയർ. അവിടെ എവിടെയൊക്കെയോ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിയർ ബൈ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ഇൻ പോളിഷ് ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദി ലിബറേഷൻ ഓഫ് വേഴ്സോ. അനൗൺസ്മെൻറ്റ് മറ്റൊന്നുമായിരുന്നില്ല. റേഡിയോ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഉച്ചഭാഷണിയിൽ നിന്ന് വരുന്നത് എങ്ങനെയുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. അവിടെ എവിടെയോ അടുത്ത് തന്നെ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് പ്രഖ്യാപനം ഇൻ പോളിഷ് ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി. അത് മറ്റൊന്നുമായിരുന്നില്ല, ജർമ്മനിയുടെ പരാജയം അനൗൺസ് ചെയ്യുന്നു. ഇൻ പോളിഷ് ഓഫ് ദി ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ലിബറേഷൻ ഓഫ് വേഴ്സോ. വേഴ്സോയെ ലിബറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. പോളിഷുകാർ സന്തോഷിക്കുന്നു. ഒരു വാർത്ത അല്ലെങ്കിൽ അതായിരുന്നു ആ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദി ജർമൻസ് ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. യുദ്ധം കൂടാതെ തന്നെ ഇനിയും തുടരാതെ തന്നെ അവരെന്ത് ചെയ്തു? പിൻവാങ്ങി. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്. അങ്ങനെ പ്രഭാതത്തിൽ സൂര്യപ്രകാശം ഡോൺ കഴിഞ്ഞു. സൂര്യൻ ഏണ്ട് നല്ല വെളിച്ചം എത്തിയപ്പോഴേക്കും ഐ പ്രിപ്പയർഡ് ഫേവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഞാൻ ആ സമയത്തെ എൻ്റെ ആദ്യ സംരംഭത്തിന് ആവേശത്തോട് തയ്യാറെടുത്തു. ഐ പ്രിപ്പയർഡ് ഫേവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. എൻ്റെ പ്രിയപ്പെട്ട ആ പട്ടാളക്കാരൻ ഓഫീസർ എനിക്കൊരു ഓവർകോട്ട് തന്നിരുന്നു. ജർമ്മൻ മിലിറ്ററി ഓവർകോട്ടായിരുന്നു അത്. ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. ആ മരവിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ തണുപ്പിൽ നിന്ന് സുഖമായിരിക്കാൻ വേണ്ടി. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദി റിത്തമിക് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദി റോഡ് അഗെയിൻ. ഞാൻ ആ ഓവർകോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദി റിത്തമിക് സ്റ്റെപ്സ്. പട്ടാളക്കാരുടെ പരേഡും അവരുടെ നടത്തയും ഒക്കെ റിത്തമിക്കാണ്. ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ ആ റിതമിക് സൗണ്ടിൽ ഞാൻ ആ ശബ്ദം കേട്ടു. പുറത്തുകൂടി റോഡിൽ അവരിങ്ങനെ നടന്നു പോകുന്നത്. ഹാഡ് ദി സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ ദെൻ. അപ്പോൾ പോളിഷ് സോൾജിയേഴ്സും സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ. അവിടെ നിന്ന് അവർ പിൻവാങ്ങുകയായിരുന്നു. സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് പട്ടാളക്കാർ, ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ കരസേനയിൽ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ. ഐ സാങ് ഓൺ മൈ മാട്രസ് utterly dejected and lay there until something new came to my ears. ഞാൻ മാട്രസ് കിടക്കയിലേക്ക് അമർന്നു. utterly rejected, വളരെ നിരാശയോടെ, and lay there until something new came to my ears. ഇനി പുതിയൊരു വാർത്ത വരുന്നവരെയും എന്ന് പ്രതീക്ഷിച്ച് ഞാനിവിടെ കിടന്നു. ദി വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എന്ത് വില കൊടുത്തും ആ വിവരം അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ത്വര ഉണ്ടായി. ഐ റാൻ ഡൗൺ സ്റ്റെയർസ്. ഞാൻ താഴേക്ക് ഇറങ്ങി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. എന്നിട്ട് ഫ്രണ്ട് ഡോറിൽ കൂടി ഒളിഞ്ഞിങ്ങനെ നോക്കി പുറത്തേക്ക്. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. ഒരു മൂടൽ മഞ്ഞുള്ള വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു പ്രഭാതം. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, എൻ്റെ ഇടത് സൈഡിലായിട്ട് വളരെ ദൂരെ അല്ലാതെ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം. ഒരു സ്ത്രീ, പട്ടാളക്കാരിയായ ഒരു സ്ത്രീ യൂണിഫോമിൽ കണ്ടു.
ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ പക്ഷേ വ്യക്തതയില്ല. ടു മൈ ലെഫ്റ്റ് നോട്ട് ഫാർ അവേ സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. ദൂരമായതുകൊണ്ട് അവർ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഒരു ബണ്ടിൽ പുറകിലേറ്റി എൻ്റെ നേരെ സമീപിക്കുന്നു. എൻ്റെ വലതുവശത്തേക്ക് വരുന്നതായിട്ട് തോന്നി, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. വെൻ ഷീ കെയിം ക്ലോസർ, ആ സ്ത്രീ അടുത്തു വന്നപ്പോൾ, ഐ ഡേർഡ്, ഞാൻ ധൈര്യപ്പെട്ടു, സാഹസികമായി തന്നെ, ടു സ്പീക്ക് ടു ഹർ, അവരോട് സംസാരിക്കാൻ എന്ന് കരുതി, ടു സ്പീക്ക് ടു ഹർ, അവരോട് സംസാരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കാൾഡ് ഇൻ എ മ്യൂട്ട് വോയിസ് ബേക്കനിങ് ഹർ ഓവർ. അവളെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഞാൻ പതിഞ്ഞ സ്വരത്തിൽ, മ്യൂട്ടഡ് വോയിസ്, അവരെ വിളിച്ചു. ഷീ സ്റ്റേഡ് അറ്റ് മീ, അവരെന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ താഴെ ഇട്ടു. ആൻഡ് ടുക്ക് ഹർ ഹീൽസ് വിത്ത് എ ഷൈക്ക് ഓഫ്. അവർ ഒരു നിലവിളിയോടുകൂടി, ഒരു ആർപ്പുവിളി എന്ന് പറയുന്ന പോലെ, ഒരു ഉച്ചത്തിൽ നിലവിളിക്കുന്ന പോലെ, എ ഷ്രിക്ക് ഓഫ്, എ ജർമ്മൻ, ഒരു ജർമ്മൻ. ഇമ്മീഡിയറ്റ്ലി ദി ഗാർഡ് ടേൺഡ്, പെട്ടെന്ന് തന്നെ ഗാർഡ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. സ്വാമി എന്നെ കണ്ടു. എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ, ഉന്നം വെച്ചു. ആ മെഷീൻ പിസ്റ്റളിനെ ഉന്നമാക്കി. അവളുടെ കയ്യിലിരുന്ന മെഷീൻ പിസ്റ്റളിനെ ലക്ഷ്യം വെച്ചു. ദി ബുള്ളറ്റ്സ് ഹിറ്റ് ദി വാൾ, എന്നാൽ ബുള്ളറ്റ്സ് പോയി ഭിത്തിയിൽ തറച്ചു. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, പിന്നൊന്നും ആലോചിച്ചില്ല, ഐ റഷ്ഡ് അപ്പ്, ഞാൻ കുതിച്ച് മുകളിലേക്ക്, ദി മുകളിലേക്ക് ഓടി. ആൻഡ് ടു റെഫ്യൂജി ഇൻ ദി ആറ്റിക്, വീണ്ടും ഞാൻ ആ ആറ്റിക്കിൽ അഭയം പ്രാപിച്ചു. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് നിമിഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഐ സാ ദാറ്റ് ദി ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്, ആ ബിൽഡിങ്ങിന് ചുറ്റും പട്ടാളക്കാർ. ഐ ഹേർഡ് സോൾജിയേഴ്സ് കാളിംഗ് ടു ഈച്ച് അതർ, പട്ടാളക്കാർ പരസ്പരം വിളിക്കുന്നു. ആൻഡ് ദെൻ ദി സൗണ്ട് ഓഫ് ഷോട്ട്സ്, വെടി ഒച്ച. ആൻഡ് എക്സ്പ്ലോഡിങ്, സ്ഫോടനം നടക്കുന്നു. ഹാൻഡ് ഗ്രനേഡ്സ്, കൊച്ച് കൈബോംബുകൾ എറിയുന്നു. അങ്ങനെ അത് എക്സ്പ്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സ്ഫോടനത്തിലേക്ക് പോകുന്നതും വെടിയൊച്ചയും ഒക്കെ ഞാൻ കേട്ടു. ഐ ഹേർഡ് സോൾജിയേഴ്സ് കാളിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദെൻ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിങ് ഹാൻഡ് ഗ്രനേഡ്സ്. അപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. വെടിയേച്ച മുഴങ്ങുന്നു, അതുപോലെ തന്നെ പട്ടാളക്കാരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, പറയുന്നു, ഒപ്പം തന്നെ ഗ്രനേഡുകൾ വീണിട്ട് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അപ്സെറ്റ്, അസംഗതമായ നിമിഷം. ഈ സമയം എൻ്റെ ജീവിതത്തിലെ അസംഗതമായ ഒരു നിമിഷം. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസാ, ഞാൻ മരിക്കാൻ പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ്, എന്നെ അവർ കൊല്ലും, ഞാൻ മരണത്തിന് വിധേയനാകാൻ പോവുകയായിരുന്നു എന്ന്. ആരാൽ? ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസാ, വാർസയിലെ സ്വതന്ത്രരാക്കപ്പെട്ട പോളിഷ് പട്ടാളക്കാരുടെ കൈകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഐ ബിഗാൻ ടു വണ്ടർ, അത്ഭുതപ്പെട്ടു, ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡെസ്പാച്ച്ഡ് മീ ടു ദി നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. ഒരു ജർമ്മനിക്കാരനായിട്ട് ഒളിച്ചിരിക്കുന്ന, കാരണം ഇട്ടിരിക്കുന്ന കോട്ട് ജർമ്മൻ്റേതാണ്. ഇവർ കരുതിയിരിക്കുന്നത് ഞാനൊരു ജർമ്മൻ ആണെന്നാണ്. ഇവർ എന്നെ അടുത്ത ലോകത്തേക്ക്, സ്വർഗത്തിലായാലും നരകത്തിലായാലും നമ്മൾ സങ്കല്പിക്കുന്ന മറ്റു ലോകമുണ്ടല്ലോ, ആ ലോകത്തിലേക്ക് എന്നെ ഡെസ്പാച്ച് ചെയ്യാൻ പോകുന്നു. ഇവരുടെ വെടിയുണ്ടായാൽ ഞാൻ ഡെസ്പാച്ച് ചെയ്യപ്പെടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ്, ഇതെങ്ങനെ അവരെ ഒന്ന് മനസ്സിലാക്കിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡെസ്പാച്ച്ഡ് മീ ടു ദി നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. ഒരു ജർമ്മനായിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്ന ഞാൻ ഒരു ജർമ്മനല്ല, ഞാനൊരു പോളിഷാണ് എന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അവരെന്നെ കൊല്ലുന്നതിന് മുമ്പേ, മറ്റൊരു ലോകത്തേക്ക് ഞാൻ പോകുന്നതിന് മുമ്പേ. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദി സ്റ്റെയർസ്, ഞാൻ താഴേക്ക് വരാൻ ആരംഭിച്ചു. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദി സ്റ്റെയർസ് ഷൗട്ടിങ് ആസ്
loud as I could. Don't shoot, I am Polish. അയ്യോ എന്നെ വെടിവെക്കല്ലേ, ഞാനൊരു പോളണ്ടുകാരനാണ്. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദി സ്റ്റേഴ്സ്, ആരംഭിച്ച അങ്ങനെ താഴേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ, ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, ഞാനൊരു പോളിഷ് ആണ്, അല്ലാതെ ജർമ്മൻ അല്ല, എന്നെ വെടിവെക്കരുത്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട്സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദി സ്റ്റേഴ്സ്. വളരെ വേഗത്തിലുള്ള ഫുട്സ്റ്റെപ്സ്, കാൽ ഒച്ച കേട്ടു. മുകളിലേക്ക് വരുന്ന കാലൊച്ച. ദി ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. ഒരു ചെറുപ്പക്കാരനായ പോളിഷ് പട്ടാളക്കാരൻ യൂണിഫോമിൽ. വിത്ത് ദി ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്. തൊപ്പിയിൽ ഈഗിളിൻ്റെ ചിത്രം. പോളണ്ട് പട്ടാളത്തിൻ്റെ സിമ്പലാണ് ഈഗിൾ. കെയിം ഇൻ ടു വ്യൂ. ശ്രദ്ധയിൽപ്പെട്ടു. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്, ഹാൻഡ്സ് അപ്പ്. അയാൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കൈകൾ ഉയർത്താൻ. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. വീണ്ടും ഞാൻ ആവർത്തിച്ചു, കരഞ്ഞു പറഞ്ഞു, എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളിഷാണ്. ദി ലെഫ്റ്റനന്റ് വെൻ റെഡ് വിത്ത് ഫ്യൂറി. ലെഫ്റ്റനന്റ് കണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ വെൻ റെഡ് വിത്ത് ഫ്യൂറി, കോപം കൊണ്ട് അയാളുടെ കണ്ണുകളിൽ ചുവന്നു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. പിന്നെന്താണ്, നീ ഒരു ജർമ്മൻ അല്ല, പോളിഷ് ആണെങ്കിൽ നീ എന്തുകൊണ്ട് പിന്നെ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്നില്ല എന്നായിരുന്നു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. നീ കള്ളനല്ല, അല്ലെങ്കിൽ നീ ജർമ്മൻ അല്ല, പോളിഷ് ആണെങ്കിൽ സത്യസന്ധമായി ഞാൻ പോളിഷ് ആണെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം താഴേക്ക് വരേണ്ടതല്ലേ. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. why in God's name means why are you telling lie? നീ എന്തിനാ കള്ളം പറയുന്നത്? Why don't you dare to say the truth? സത്യം പറയാൻ നീ എന്താണ് ധൈര്യപ്പെടാത്തത്? He roared, അയാൾ അലറി. And what are you doing in the German courts? നീ ജർമ്മൻ കോട്ട് ഇട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? Only when the soldiers had taken a closer look at me and reviewed the situation did they really believe. അവർക്ക് ഇവൻ ജർമ്മൻ അല്ല, ഒരു പോളണ്ടുകാരനാണ് എന്ന് ബോധ്യം വരുന്ന രീതിയിൽ അവർ അവനെ പുനഃപരിശോധിച്ചു. റിവ്യൂഡ് മീൻസ് വീണ്ടും പരിശോധിച്ചു. ഓൺലി വെൻ ദി സോൾജേഴ്സ് ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക്. അവർ വളരെ അടുത്ത് അവനെ നിരീക്ഷിച്ചു. ആൻഡ് റിവ്യൂഡ് പുനഃപരിശോധിച്ചു. ദി സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ്. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞോ? ഐ വാസ് ഇൻ ജർമ്മൻ. ഞാൻ ഒരു ജർമ്മൻ അല്ല. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാവുന്നു. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. ആ പോളിഷ് പട്ടാളക്കാരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. അവിടെ അതുകൊണ്ട് എനിക്ക് കുളിക്കാനും അതുപോലെ തന്നെ ആഹാരം കഴിക്കാനും ഒക്കെ കഴിഞ്ഞു. ആഫ്റ്റർ 2 weeks, 2 ആഴ്ച കഴിഞ്ഞു. വെൽ കെയർഡ് ഫോർ ബൈ ദി മിലിറ്ററി. ആ മിലിറ്ററിക്കാർ എന്നെ നന്നായി പരിചരിച്ചു. ഐ വാക്ക്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ് ഓൺ വേഴ്സാ വിത്തൗട്ട് ഫിയർ. ഇന്ന് എനിക്ക് വേഴ്സാ എന്ന് പറയുന്ന പട്ടണത്തിലൂടെ, തെരുവിലൂടെ നടക്കുവാൻ യാതൊരു ഭയവുമില്ല. ഐ വാക്ക്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ് ഓഫ് വേഴ്സാ വിത്തൗട്ട് ഫിയർ, എ ഫ്രീ മാൻ, സ്വതന്ത്രനായ ഒരു മനുഷ്യൻ. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years. 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുന്നത്. 1939 മുതൽ 45 വരെ ആയിരുന്നു 2ാം ലോക മഹായുദ്ധം. അങ്ങനെ 6 വർഷം, 14 മുതൽ 18 വരെ 1ാം ലോക മഹായുദ്ധം, 39 മുതൽ 45 വരെ, 45 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷയോടുകൂടി 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇവിടെ ആഫ്റ്റർ 2 weeks, വെൽ കെയർഡ് ഫോർ ബൈ ദി മിലിറ്ററി, ഐ വാക്ക്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ് ഓഫ് വേഴ്സാ വിത്തൗട്ട് ഫിയർ, എ ഫ്രീ മാൻ, ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years. 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വീണ്ടും സ്വതന്ത്രമായി ശ്വസിക്കുന്നത്. ഐ ലുക്ക്ഡ് ഓവർ ടു ദി നോർത്ത് ഓഫ് ദി സിറ്റി. ഞാൻ നഗരത്തിൻ്റെ വടക്കോട്ടുള്ള ഭാഗത്തേക്ക്, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി. വേർ ദി ഗെറ്റോ ഹാഡ് ബീൻ. അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ജൂതന്മാരെ എല്ലാം കൊണ്ടുവന്ന്
താമസിപ്പിച്ചിരുന്നത് വേർ 500,000 Jews. ഒന്നും രണ്ടൊന്നുമല്ല, 500,000, 5 ലക്ഷം പേര് Jews had been murdered. There was nothing left it. ഇവരെ ഇത്രയും വിഷവായു ശ്വസിപ്പിച്ച, അല്ലെങ്കിൽ ഗ്യാസ് ചേംബർ, അങ്ങനെ ശ്വാസം മുട്ടിച്ച് മാസോട് കൊന്നു ജൂതന്മാരെ. വേർ 500,000 Jews had been murdered. There was nothing left of it. ഈ ഗെറ്റോ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇന്നാരുമില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കും. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. ഒന്നുമില്ല പിറകിൽ, തിരിഞ്ഞു നോക്കാനൊന്നുമില്ല, മരണം മാത്രം. ഐ വെൻ്റ് ഓൺ മൈ വേ. പക്ഷെ ഞാൻ എൻ്റെ പാത പിന്തുടരും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. Once again, I read the same. On 40th January, unusual noises in the building and the street outside woke me. Soldiers ran up and down the stairs, and I heard agitated, nervous voices. Early in the morning of 50th January, the second of artillery from the previously silent from was heard. The ground and the walls of the building shook under the constant dull thunder. 3 hours later, the heavy artillery fire died down again. But he was as nervous as ever. I did not sleep at all that night. The street fighting would begin at any moment, and I could be killed. The night passed peacefully. Around 1 o'clock, I heard the remaining Germans leaving the building. Silence fell. I could not even hear the steps of guards outside the building. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. Radio loudspeakers set up somewhere nearby the broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. The Germans had withdrawn without a fight. As soon as it began to get light, I prepared feverishly for my first venture out. My officer had left me a German military overcoat to keep me from freezing. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. Had the Soviet and Polish troops withdrawn then? I sank on my mattress, utterly dejected, and lay there until something new came to my ears. The voices of women and children. At all costs, I had to get information. I ran downstairs, put my head out of the front door, and looked out. It was a grey, misty morning. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. A woman with a bundle on her back was approaching from my right. When she came closer, I ventured to speak to her. "Hello, excuse me," I called in a mute voice, beckoning her over. She stared at me, dropped her bundle, and took to her heels with a shriek of. ഇവിടെ ബണ്ടിൽ താഴെ വെച്ചിട്ട് ടു ഹർ ഹീൽസ് വിത്ത് എ ഷ്രൈക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നിലവിളിയോടെ എഴുന്നേറ്റു. Immediately the guard turned, saw me, aimed and fired her machine pistol. The bullets hit the wall, and without thinking, I rushed up the stairs and took refuge in the attic. Looking out of my little window, a few minutes later, I saw that the whole building was surrounded. I heard soldiers calling to each other, and then the sound of shots and exploding hand grenades. This time my situation was upset. I was going to be shot by Polish soldiers in liberated Warsaw, on the very verge of freedom. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. I began coming down the stairs, shouting as loud as I could, "Don't shoot, I am Polish." Very soon I heard swift footsteps climbing the stairs. The figure of a young officer in Polish uniform with the eagle on his cap came into view. He pointed a pistol at me and shouted, "Hands up." I repeated my cry of, "Don't shoot, I am Polish." The lieutenant went red with fury. "Then why in God's name don't you come down?"
he wrote that. And what are you doing in the German courts? Only when the soldiers had taken a closer look at me and reviewed the situation did they really believe. I wasn't German. Then they decided to take me to their headquarters so that I could wash and have meal. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear. A free man, for the first time in almost 6 years. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. Tomorrow I must begin a new life. With nothing but death behind me, I went on my way. Okay, I hope that you understood this lesson in the attic. So, please subscribe, share, and support me. Thank you so much.